എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ യുവതിയുവാക്കൾക്ക് വേണ്ടിയുള്ള കണക്ട് വർക്ക് സ്കീമിനെ കുറിച്ച് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം, സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഡൗട്ടുകളെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വിശദമായിട്ട് തന്നെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഇൻഫർമേറ്റീവ് വീഡിയോസും കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതി വിശദമായിട്ട് തന്നെ നോക്കാം. കേരളത്തിലെ യുവതിയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് ഡിസംബർ 26 മുതൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. employment.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനായിട്ട് പാടില്ല. ഇതാണ് ബേസിക് എലിജിബിലിറ്റി. ബാക്കി നോക്കാം. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതെന്ന് വിശദമായിട്ട് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നേടുന്നവരോ, അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കുന്നവരോ, UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അതായത് മേളിൽ പറഞ്ഞ പോലുള്ള സ്കിൽഡ് ബേസ് കോഴ്സുകൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ UPSC, PSC, SSC, ബാങ്ക്, റെയിൽവേ എക്സാംസിനൊക്കെ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കണമെന്നില്ല, സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണന ക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷ പരിശീലനം എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയുന്നത്. ആകെ 12 മാസത്തേക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇനി വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുമുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങി വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പും ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കൂടാതെ നൈപുണ്യ വികസന പരിശീലന കോഴ്സ് ഓർ മത്സര പരീക്ഷകൾക്കല്ലാതെ മറ്റ് കോഴ്സുകളായ JEE, നീറ്റ്, SET, നെറ്റ് തുടങ്ങിയ പ്രവേശന ഓർ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അതായത് എൻട്രൻസ് ടെസ്റ്റുകൾക്കൊന്നും പഠിക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് JEE, നീറ്റ്, സെറ്റ്, നെറ്റ് ഇതുപോലുള്ള പരീക്ഷകൾക്ക്. പിന്നീട് ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഇനി അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പകർപ്പ് ഹാജരാക്കണം. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, അഡ്രസ് പ്രൂഫിനായിട്ട് ഇലക്ഷൻ ID അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പകർപ്പ് ഹാജരാക്കണം. വരുമാനം തെളിയിക്കുന്നതിനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കൻ്റെ പേരിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആപ്ലിക്കൻ്റെ പേരുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവയ്ക്കായി ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഹാജരാക്കണം. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കണം. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. അതായത്
ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം വേണം. മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിൻ്റെ വിവരമാണ് സമർപ്പിക്കേണ്ടത്. അതോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന കൂടി നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെഗുലറായിട്ട് ഡിഗ്രി കോഴ്സുകളൊന്നും പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പഠിച്ച് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു സ്കോളർഷിപ്പ് പോലെയാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടത്തില്ല. സ്കിൽ കോഴ്സ് ആണെങ്കിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നിങ്ങൾക്ക് employment.kerala.gov.in എന്ന പേജ് വഴിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. അഡ്രസ് പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ ദ വില്ലേജ് ഓഫീസർ ദ നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആപ്ലിക്കൻറ്റ് ആരാണോ അപേക്ഷിക്കുന്നത് അവരുടെ പേരിലെടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 6 മാസത്തിനകമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണ് സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ തെളിവായിട്ട് ആപ്ലിക്കേഷൻ സ്ലിപ്പാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഡിക്ലറേഷനും കൂടെ കൊടുക്കണം. അതിൻ്റെ ഫോർമാറ്റും ഫോമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് ഫില്ല് ചെയ്യുക, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പേരെഴുതുക. ഡാഷ് ജില്ലയിലെ, ഡാഷ് താലൂക്കിലെ, ഡാഷ് വില്ലേജിലെ സ്ഥിരതാമസക്കാരാണ്. കൂടാതെ ഡാഷ് തസ്തികയിലെ പരീക്ഷയ്ക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുള്ളത് എഴുതുക. ഡാഷ് തീയതിയിൽ എന്നാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത്. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റും കൂടി എഴുതണം. അപേക്ഷ സമർപ്പിച്ച് അതിന് തയ്യാറെടുത്ത് വരികയാണെന്ന വിവരം സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് സാക്ഷ്യപത്രം. നിങ്ങളിത് ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഓതൻറ്റിക്കേഷൻ ലെറ്ററാണ് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞിട്ട് ടിയാൻ ഈ സ്ഥാപനത്തിൽ ഡാഷ് തീയതി മുതൽ ഡാഷ് തൊഴിൽ നൈപുണ്യ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്ഥാപന മേധാവിയാണ് സാക്ഷ്യപത്രം ഒപ്പിട്ട് തരേണ്ടത്. അപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് വേണം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്ലൈ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്ലൈ ചെയ്തവർക്കും ഹെൽപ്പ് ആവും. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ബേസിക്കായിട്ടുള്ളൂ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.